അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 96-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഈ ആയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഹൂദികൾക്കുണ്ടായിരുന്ന പൊള്ളയായ ഒരു വിശ്വാസം, അതായത് സ്വർഗലോകം, ആ സ്വർഗലോകം മറ്റുള്ളവർക്കൊന്നും അവകാശപ്പെട്ടതല്ല, സ്വർഗമെന്ന് പറയുന്നത് അത് യഹൂദികൾക്ക് മാത്രം അള്ളാഹു ഒരുക്കി വെച്ചതാണ് എന്ന വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു വാദം ഉന്നയിച്ചിരുന്ന യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു മുബാഹലക്ക് തയ്യാറാകണം, അഥവാ ആ മുബാഹലയിലൂടെ മരണം നിങ്ങൾ ആഗ്രഹിക്കണം, യഹൂദികൾക്ക് മാത്രമായി ഒരുക്കി വച്ചിട്ടുള്ള മരണം നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യഹൂദികൾ ആ ഒരു മുബാഹലയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ഉണ്ടായത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന കാര്യമാണ്, അവർ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് ഈ യഹൂദികൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അത് അവർക്ക് ഏറെ വെറുക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ഈ ദുനിയാവിലെ ജീവിതം അവരെ സംബന്ധിച്ച് അതവർക്കൊരു സ്വർഗമായിരുന്നു. അതുകൊണ്ട് മറ്റേതൊരു മനുഷ്യരെക്കാളും ജീവിതത്തോട് ആർത്തിയുള്ളവരായിട്ടാണ് ഈ യഹൂദികളെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്, നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന്. പിന്നീട് അവർ എത്രത്തോളം ഈ ദുനിയാവിനെ സ്നേഹിക്കുന്നു എന്ന് നോക്കുകയാണ് എങ്കിൽ അവരുടെ ഹൃദയം നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവിനോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വ മിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും, ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഓരോരുത്തരും മോഹിക്കുന്നു ലൗ യുഅമ്മറു അൽഫസന, തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നത് എങ്കിൽ എന്ന്. തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന് അവർ മോഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഒരു വേദഗ്രന്ഥത്തിലും വിശ്വസിക്കാത്ത, ഒരു പ്രവാചകന്മാരിലും വിശ്വസിക്കാത്ത, കൃത്യമായ പരലോക വിശ്വാസമില്ലാത്ത ആളുകളാണ് മുശ്രിക്കുകളായ ആളുകൾ. ഈ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്കാണ് വാസ്തവത്തിൽ ഈ ദുനിയാവിനോട് കൂടുതൽ അത്യാർത്തി കാണിക്കുന്ന സ്വഭാവം പ്രകടമാകാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, യഹൂദികൾ അവർക്ക് ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ കൂടുതൽ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ആർത്തിയുള്ളവരാണ്, തനിക്കൊരു 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന് കരുതുന്നവരാണ് ഈ യഹൂദികൾ. ഈ ഒരു ആഗ്രഹം അത് അവരുടെ അത്യാഗ്രഹത്തിന്റെ ഏറ്റവും ഉയർന്ന ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യമാണ് ഈ യഹൂദികൾ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ യഹൂദികൾക്ക് അവർ ആഗ്രഹിച്ച പോലെ 1000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ആയുസ് ലഭിക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്വഭാവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം പ്രതീക്ഷിക്കാൻ പഴുതുകളില്ല എന്നാണ് ഈ യഹൂദികളുടെ ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഒരു ആയുസ് അവർക്ക് ലഭിച്ചാൽ പോലും അത് അവർക്ക് യാതൊരു നിലക്കുള്ള ഉപകാരം നൽകുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഈ ആയത്തിൽ നമുക്ക് അറിയിച്ചു തരുന്നത്. വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ, അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവനെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല താനും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് അത് അവർക്ക് അവരുടെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും തന്നെ അവരെ തടഞ്ഞു നിർത്തുകയില്ല, അതവർക്കൊരു ഗുണവും നൽകുകയില്ല എന്ന് ഈ ആയത്ത് അറിയിക്കുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടറിയാം അവർ അള്ളാഹുവോടും റസൂലിനോടും ധിക്കാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ പരിശോധിച്ചാൽ നാളെ പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനവും അവരുടെ അമലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സഹോദരങ്ങൾ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ ആയുസ് നീട്ടിക്കിട്ടുകയാണ് എങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജനങ്ങളിൽ ഉത്തമൻ തന്റെ ആയുസ് വർദ്ധിക്കുകയും അമൽ നന്നാവുകയും ചെയ്തവനാണ് എന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിക്ക് ആയുസ് വർദ്ധിക്കുകയാണ് എങ്കിൽ അത് ആ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ നന്നാക്കുവാനും അങ്ങനെ അതുവഴി ഉത്തമനായ നല്ല ഒരു വ്യക്തിയായി അള്ളാഹുവിന്റെ മുന്നിൽ മാറുന്ന അവസ്ഥയാണ് സത്യവിശ്വാസിക്ക് ആയുസ് ദീർഘിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. എന്നാൽ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവന് 1000 കൊല്ലത്തെ ദീർഘായുസ് കിട്ടിയാലും അതിൽ യാതൊരു ഉപകാരവുമില്ല എന്നാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തിന്മകളിൽ നാളെ പരലോകത്ത് അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, 5 കാര്യങ്ങളെ കുറിച്ച് ഒരു അടിമ ചോദിക്കപ്പെടുന്നത് വരെ ഒരാളുടെ കാൽപാദങ്ങൾ നാളെ അന്ത്യനാളിൽ നീങ്ങിപ്പോവുകയില്ല എന്നാണ്. എന്നിട്ട് ആ അടിമയോട് ചോദിക്കുന്ന കാര്യം എന്താ? തന്റെ ആയുസ്സിനെ കുറിച്ച് അത് എന്തിലാണ് നശിപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതിനുശേഷം തന്റെ യൗവനത്തെ കുറിച്ച് ചോദിക്കും, അത് എന്തിലാണ് ക്ഷയിപ്പിച്ചു എന്ന്. അതുപോലെ തന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന്, അത് എന്തിലാണ് ചിലവഴിച്ചത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുപോലെ തന്റെ അറിവിനെ കുറിച്ചും അള്ളാഹു ചോദിക്കും, ആ അറിവ് കൊണ്ട് എന്ത് കർമ്മമാണ് ചെയ്തത് എന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ഈ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാതെ ഒരാളുടെ കാൽപാദങ്ങൾ നാളെ അന്ത്യനാളിൽ ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയ, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമക്ക് ആയുസ് ദീർഘിച്ചു കിട്ടിയാൽ ആ ആയുസ് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കും. അപ്പോ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ സ്വഭാവമുള്ള ഈ ആളുകൾക്ക് അവരുടെ അമലുകൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അത് വലിയ ഒരു നഷ്ടമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു എന്ന്. ഇവിടെ അള്ളാഹുവിന്റെ അൽ ബസീർ എന്ന നാമം ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ നാമത്തെ കുറിച്ച് കൂടി ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആയത്തിന്റെ പഠനം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിൽ വന്നിട്ടുള്ള അൽ ബസീർ എന്ന നാമം ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് നമുക്ക് ഏവർക്കും നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.